ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. പപ്പായ ചെറുപയർ കൊണ്ടുള്ളൊരു തോരനാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്. അത് ഞാനിവിടെ ഒരു വലിയ പപ്പായയുടെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഒരു കപ്പുണ്ട്. അതുപോലെ ഒരു അര കപ്പ് ചെറുപയർ 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തത് ഇത്. അതുപോലെ ഒരു അര കപ്പ് തേങ്ങ നിറയെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ പൊടി, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു പച്ചമുളക്, ഇതൊക്കെ ഒന്നൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുക. പിന്നെ ഒരു അര ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും. ഇനി അടുത്തത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടുക് ഇട്ടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് മുറിച്ച് വെച്ച പപ്പായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ച ചെറുപയർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്